ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഉച്ചക്കത്തെ കറിയും കാര്യങ്ങളൊക്കെ കണ്ടാലോ. അപ്പോൾ രാവിലെ അരി അടുപ്പത്തിടാൻ അരിയൊക്കെ കഴുകി അടുപ്പത്തേക്ക് ഇട്ടു. അപ്പോൾ ഇന്ന് കറി വെക്കാൻ കിട്ടിയത് കിളിമീനാണ്. അപ്പോൾ ഇന്ന് നന്നാക്കിയല്ല കിട്ടിയത്, അതുകൊണ്ട് മീൻ നന്നാക്കണം. അതൊരു വലിയ ജോലിയാണ്. ഇപ്പം മീൻ വെള്ളത്തിലിട്ടിട്ട് ഞാൻ അതിന് വേണ്ടിയുള്ള അരപ്പൊക്കെ റെഡിയാക്കുന്നുണ്ട്. തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ച് മാങ്ങയിട്ട് തേങ്ങ അരച്ച് എന്തായാലും കുറേ നാളായി കറി വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ ഇട്ട് കറി വെക്കാനായിട്ട്. അപ്പം മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് വെക്കാനായിട്ട് അതിനുള്ള അരപ്പൊക്കെ റെഡിയാക്കി. അപ്പം ഞാൻ ഇന്നലെ തന്നെ ചുണ്ടൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വാഴച്ചുണ്ടും പയറും കൂടെ തോരൻ വെക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ചുണ്ട് ഇന്നലെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തൊന്ന് വെളിയിലേക്ക് വെച്ച് അപ്പോൾ അരപ്പൊക്കെ സെറ്റാക്കിയിട്ട് കറി റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ ആ നേരത്തെ കൊണ്ട് തന്നെ ഞാൻ മീനും വെട്ടിയായിരുന്നു. ഞാൻ കാപ്പൂടിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഒരുപാട് ലേറ്റായിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് കയറിയത്. അപ്പോൾ ഇന്നലെ ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് രാവിലെ നല്ലൊരു തണുപ്പുണ്ടായിരുന്നേ. അപ്പോൾ ആ ഒരു ഇതിൽ മടിച്ച് അങ്ങ് കിടന്ന് ഉറങ്ങിപ്പോയി. ലേറ്റായിട്ടാണ് കയറി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉള്ള കറി ബീഫ് കറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിന് കാര്യമായിട്ടൊന്നും വെക്കേണ്ടി വന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. അപ്പോൾ അതാ വീഡിയോസൊന്നും എടുക്കാഞ്ഞത്. പിന്നെ എൻ്റെ മക്കൾ പറഞ്ഞു അവർക്ക് കിഴങ്ങ് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ഞാൻ കിഴങ്ങ് ഫ്രൈയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കിഴങ്ങ് ഫ്രൈ ചെയ്ത് കൊടുക്കാമെന്ന്. അപ്പോൾ അതിനുള്ള കിഴങ്ങുമൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പം ഒരേ ഇതിൽ തന്നെ ഞാൻ ജോലി അങ്ങ് ചെയ്യുക നിർത്താതെ തന്നെ. കാരണം എവിടെയെങ്കിലും പോയി ഇരുന്ന് ഫോണൊക്കെ എടുത്ത് നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും ലേറ്റായി പോകും. അപ്പം ചടപടയെന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്തങ്ങ് മാറ്റും. അപ്പോൾ കിഴങ്ങിൻ്റെ അകത്ത് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് സെറ്റാവാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നലെ വൈകിട്ട് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കുക്കറിൻ്റെ അകത്ത്. ഒരു 2 വിസിലടിക്കുമ്പോൾ തന്നെ പയർ സെറ്റാവുമേ. അപ്പം ചുണ്ടും തോരനും ചുണ്ടും പയറിനുള്ള തേങ്ങയും റെഡിയാക്കുന്നുണ്ട്. ആ ഒപ്പം തന്നെ ഞാൻ മീൻ വറുക്കാനുള്ളതും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ജോലി ചെയ്യാൻ കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഒരേ ഇതിൽ തന്നെ അങ്ങ് ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് മടി വരത്തില്ല. നമ്മൾ കുറച്ച് നേരം അങ്ങോട്ട് എവിടെയെങ്കിലും മാറി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോലി പിന്നെ പെൻഡിങ്ങിൽ കിടക്കും. അതുകൊണ്ട് ഞാൻ കയറുമ്പോൾ തന്നെ എല്ലാം അടുപ്പിച്ചടുപ്പിച്ച് തന്നെ ചെയ്യുവേ, അങ്ങ് മാറിയിരിക്കത്തില്ലേ. അപ്പോൾ നമ്മൾ തോരൻ വെക്കാനായിട്ടുള്ള തേങ്ങയൊക്കെ റെഡിയാക്കി. അപ്പോൾ അതിന് വേണ്ടി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ച് നല്ല അരപ്പൊക്കെ ഒന്ന് ചൂടാക്കുവാണെങ്കിൽ ഞാൻ ആദ്യം തേങ്ങ കടുക് പൊട്ടിച്ചിട്ടിട്ട് തേങ്ങയുടെ പച്ച ചുവയൊക്കെ മാറുന്ന വരെ നല്ലപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കുകയും എന്നിട്ടുള്ള തോരൻ വെക്കാനാണേലും എന്താണെങ്കിലും പിന്നെ ഉള്ളൂ ഞാൻ സാധനം ചേർത്ത് കൊടുക്കത്തുള്ളൂ. അരപ്പ് ആദ്യം ഞാൻ എന്ത് അരപ്പ് തന്നെയാണെങ്കിലും ചിലപ്പോൾ സമയത്ത് ഞാൻ മൂടി വെച്ചിട്ടൊന്ന് ചൂടാക്കും. അല്ലെങ്കിൽ ഞാൻ ശകലം വെള്ളം ഒഴിച്ച് ആ വെള്ളം ഒന്ന് പറ്റിക്കുന്നവരെ ഞാനൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ടുള്ള അരിഞ്ഞു വെച്ച സാധനങ്ങൾ ഇട്ട് കൊടുക്കത്തില്ല. അപ്പോൾ അരപ്പൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചുണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. ചുണ്ട് ഏതായാലും അരിഞ്ഞു വെച്ചുകൊണ്ട് അതെളുപ്പമായി. അരിയാനുണ്ടെങ്കിൽ അതും എനിക്കൊരു വലിയ ജോലിയായിരുന്നു. ഞാനിങ്ങനെ ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്കും കറിക്ക് തോരനുള്ളതൊക്കെ അരിഞ്ഞു വെക്കുകയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കും, കൊച്ചുള്ളിയൊക്കെ പൊളിച്ച് വെക്കും, തേങ്ങ ചിരകി വെക്കും. അപ്പോൾ ഇന്ന് തേങ്ങ ചിരകിയതൊക്കെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ എളുപ്പമായി. പിന്നെ പയർ വേവിച്ചതും കൂടെ അതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടൊന്നും കൂടെ നല്ലപോലെ ഇളക്കി ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ആവി വെള്ളമൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കുന്നുണ്ട്. പിന്നെ മീനും കുറച്ച് നേരം അരപ്പൊക്കെ പുരട്ടി വെച്ചിട്ട് അതും കൂടെ ഒന്ന് വറുത്ത് വെക്കുന്നുണ്ടേ. എന്ന് ഞാൻ ഫുഡ് കഴിക്കാൻ നേരത്തെ ഉള്ളൂ മീൻ വറുക്കത്തുള്ളൂ. ഇന്ന് ഞാൻ നേരത്തെ അങ്ങ് വറുത്ത് വെച്ചിട്ട് ഇനി ഇച്ചിരി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കാൻ നേരത്തെ മീൻ വറുക്കാമെന്ന് വെച്ചാൽ പിന്നെ അതൊരു മടിയായി പോവേ. അപ്പോൾ എല്ലാം ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ സമാധാനമായിട്ട് കുളിച്ചിട്ട് നമുക്ക് പിന്നെ ഫ്രീ ആയിട്ടിരിക്കാമല്ലോ. അത് കാരണം മീനും കൂടെ ഞാൻ വറുക്കാനിട്ടു, അതും വറുത്ത് വെക്കുന്നുണ്ട്. ചോറൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ആ വിറകടുപ്പിൽ നല്ല തീയുണ്ട്. അപ്പോൾ ആ കനലിൽ കിടന്ന് അത് ഫ്രൈ ആക്കി എടുക്കാമല്ലോ. അപ്പോൾ അത് അങ്ങോട്ടേക്ക് വെച്ച് അപ്പോൾ പിള്ളേർ പറഞ്ഞ് ദാഹിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ നാരങ്ങ വെള്ളം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അത് നല്ല ടേസ്റ്റാണ് റെസ്റ്റോറൻറ്റിലെ നാരങ്ങ വെള്ളം, നല്ല ഏലക്കയൊക്കെ ഇട്ടിട്ട്. അപ്പം ഞാനത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്തേലും ഒരു ജ്യൂസ് ഡെയിലി ഉണ്ടാക്കാറുണ്ട്. അപ്പം നാരങ്ങ വെള്ളമാണ് ഇന്ന് ഉണ്ടാക്കിയത്. കറക്റ്റ് ആ ഒരു 12 മണിയാകുമ്പോഴത്തേക്കും മക്കൾ എവിടെയുണ്ടെങ്കിലും TV കാണുന്നതിൻ്റെ ഇടയിൽ എന്നെ വിളിക്കും, നാരങ്ങ വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് എടുത്തോ, ദാഹിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ്. അതൊരു പതിവാണ്. ഇപ്പോൾ സ്കൂൾ അടച്ചപ്പോൾ നല്ല പിള്ളേർ വീട്ടിലുള്ള സമയത്തൊക്കെ ഞാൻ തന്നെയുള്ള സമയത്ത് ഉണ്ടാക്കി കുടിക്കാറുണ്ട്. ഇപ്പോൾ ഈ ചൂടും കൂടി ആയതുകൊണ്ട് മസ്റ്റായിട്ടും എന്തെങ്കിലും ഒരു വെള്ളം ഈ സമയത്ത് ഉണ്ടാക്കാറുണ്ട്.
അപ്പോൾ ഇന്നത്തെ എൻ്റെ ജോലികളൊക്കെ ഏതാണ്ടൊക്കെ ഒതുങ്ങി. ഇനിയിപ്പം വൈകുന്നേരത്തെ കാര്യങ്ങൾ നോക്കാൻ കയറിയാൽ മതി. ഉച്ചക്കത്തെ കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പോൾ ഞാൻ പപ്പടവും പൊരിച്ചിട്ടുണ്ട്, പിന്നെ മീൻ ഫ്രൈയും ഉണ്ട്, പിന്നെ ചമ്മന്തിയും മോര് കാച്ചിയതൊക്കെ ഫ്രിഡ്ജിൽ ഇന്നലത്തെ ഇരിപ്പുണ്ട്. അതുമൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പം മക്കൾക്കുള്ള വെള്ളമൊക്കെ ഞാൻ അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം ഫ്രഷ് ലൈമാണ് ഉണ്ടാക്കിയത് കാരണമാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനും മക്കളും നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്ന് കഴുകാനുള്ള പാത്രങ്ങളെല്ലാം കഴുകി വെച്ച്, അപ്പോൾ കറികളെല്ലാം ഒരു പാത്രത്തിലേക്കൊക്കെ മാറ്റി എല്ലാം ഒരു സൈഡിലേക്ക് ഒതുക്കി പറക്കി വെച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഉച്ചക്കത്തെ കറികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ.